ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന അതുല്യവും അപരിമേയവുമായ ഭക്ത്യാഭ്യാസങ്ങളുടെ ശ്രേഷ്ഠാനുഷ്ഠാനങ്ങളിലൂടെ ഓരോ ക്രൈസ്തവനും കടന്നുപോകുന്ന വലിയ വെള്ളിയാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദിനം ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്നതും ഇത്രയേറെ മഹത്വപൂർണമായി കൊണ്ടാടുവാൻ നാം തയ്യാറാകുന്നത്? എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ സ്നേഹത്തെ ഈ ലോകത്തിനു മുമ്പ് വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ സന്ദർഭമാണ് കാൽവരിയിലെ ക്രൂശിൽ സംഭവിക്കുവാനിടയായത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പിതാക്കന്മാർ ഈ വചനത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ ഒറ്റ വാക്യത്തിൽ ചുരുക്കുവാനായിട്ട് പറഞ്ഞാൽ പിതാക്കന്മാർ ഈ വാക്യമാണ് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് തയ്യാറാവുന്നത്. കാൽവരി ക്രൂശിൽ യേശു തമ്പുരാൻ തൻ്റെ കരങ്ങൾ വിരിച്ചുകൊണ്ട് ഇപ്രകാരം നമ്മോട് പറയുകയാണ്: ഞാൻ നിന്നെ സ്നേഹിച്ചത് ഇത്രയുമല്ല, ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതിനപ്പുറമായി നിന്നെ സ്നേഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അനന്തമായ, അതുല്യമായ, ശ്രേഷ്ഠമായൊരു സ്നേഹപ്രകടനം നമുക്കായി അവൻ നൽകുകയാണ്. പ്രിയമുള്ളവരെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കർത്താവ് സർവശക്തനും സർവജ്ഞാനിയും സർവാധിപനുമായ ദൈവം ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കിനാൽ ഈ സർവചരാചരങ്ങളെയും പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് കൽപ്പിച്ചുകൊണ്ട് ഈ സർവ്വ ലോകത്തിൻ്റെയും സകല മനുഷ്യരുടെയും പാപബന്ധനങ്ങളെ മോചിക്കുവാനായിട്ടും കടങ്ങളെ പരിഹരിക്കുവാനുമായിട്ടും കഴിയുകയില്ലായിരുന്നു എന്ന് സ്വാഭാവികമായ നമ്മുടെ ഹൃദയങ്ങളിൽ, ചിന്തകളിൽ കടന്നു വരാവുന്ന ഒരു സംശയം തന്നെയാണ്. എന്തിന് ഇപ്രകാരം ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കുകയും ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്തു? പ്രിയമുള്ളവരെ, ഉത്തരം ഒരു ചെറിയ കഥയിലൂടെ പറയാം എന്ന് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് വിചാരിക്കുകയാണ്. ഒരു ഗോത്രത്തലവൻ തൻ്റെ ഗോത്രത്തെ ദീർഘമായ ഒരു യാത്രയ്ക്കായിട്ട് ഒരുക്കുകയാണ്. ദീർഘമായ ആ യാത്രയിൽ, അനേക മാസങ്ങളെടുക്കുന്ന ആ യാത്രയിൽ അവർക്കാവശ്യമായ ഭക്ഷണപാനീയങ്ങൾ ക്രമീകരിക്കുവാനും ശേഖരിച്ച് വാഹനങ്ങളിൽ, കുതിരവണ്ടി പോലെയുള്ള വാഹനങ്ങളിൽ ക്രമീകരിക്കുവാനും ഗോത്രത്തലവൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ആ ജനതയും അദ്ദേഹത്തിൻ്റെ അനുയായികളും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. യാത്ര പുറപ്പെട്ടു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഗോത്രത്തലവൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്: ഈ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തും വരെ ഭക്ഷിക്കുവാനുള്ള ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ കൈവശം ഇപ്രകാരം ഉപയോഗിച്ചാൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഗോത്രത്തലവൻ അവരുടെ മുമ്പാകെ ഒരു നിയമം വയ്ക്കുന്നു: ഓരോ വ്യക്തിക്കും ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒരു നിശ്ചിത അളവിൽ, ഒരു റേഷൻ പോലെ നിങ്ങൾക്ക് നൽകുകയും അതുകൊണ്ട് ഓരോരുത്തരും തൃപ്തിപ്പെടുകയും ചെയ്തു കൊള്ളണം. ആരും തന്നെ അധികത്തിൽ ഭക്ഷണം സ്വീകരിക്കുവാനോ ഭക്ഷണം മോഷ്ടിക്കുവാനോ തുനിയരുത് എന്ന് ഗോത്രത്തലവൻ ആവശ്യപ്പെടുകയാണ്. ഈ നിയമത്തെ ലംഘിക്കുന്നവർക്ക് 40 ചാട്ടയടി ലഭിക്കുമെന്ന് ഗോത്രത്തലവൻ നിയമം നിശ്ചയിച്ചു. വളരെ നീതിമാനായ, മുഖപക്ഷമില്ലാതെ നടപടിയെടുക്കുന്ന ഗോത്രത്തലവൻ്റെ വാക്കുകളെ ആ ജനം ഒന്നാകെ അനുസരിക്കുകയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അതിൽ ആരോ ഒരാൾ ഭക്ഷണം മോഷ്ടിച്ച് ഭക്ഷിച്ചതായിട്ട് കണ്ടെത്തുകയുണ്ടായി. ആരാണ് എന്ന് അന്വേഷണം ആരംഭിച്ചു. ഗോത്രത്തലവൻ വളരെ കുപിതനായി. എന്നാൽ അന്വേഷണത്തിൻ്റെ അവസാനം ആ ജനത കണ്ടെത്തുകയാണ്: ഈ ഗോത്രത്തലവൻ്റെ മാതാവ് തന്നെയാണ് ഇപ്രകാരം ഭക്ഷണം മോഷ്ടിച്ച് ഭക്ഷിക്കുവാനായിട്ട് ഇടയായത്. ആ ജനമൊന്നാകെ ഗോത്രത്തലവനെ ഉറ്റുനോക്കിക്കൊണ്ട് ന്യായാസനത്തിലേക്ക് കടന്നു വരുന്നു. വളരെ നീതിമാനായ, മുഖപക്ഷമില്ലാതെ നടപടിയെടുക്കുന്ന ഈ ഗോത്രത്തലവൻ തൻ്റെ സ്വന്തം മാതാവിനോടുള്ള സ്നേഹാന്ധതയിൽ നീതി മറക്കുമോ എന്ന് അവർ നോക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ന്യായാസനത്തിൽ ഗോത്രത്തലവൻ വിധി പ്രഖ്യാപിക്കുകയാണ്: അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം ഭക്ഷണം മോഷ്ടിച്ച കേസിലെ പ്രതിയായ തൻ്റെ മാതാവിന് 40 ചാട്ടയടി നൽകുക. ശിക്ഷ നടപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ഭടന്മാർ ചെയ്യുന്നു.
മാതാവിന് ചാട്ടയടി നൽകുവാനായിട്ട് ആ തൂണിലേക്ക് മാതാവിനെ ബന്ധിച്ച് ഭടന്മാർ ചാട്ടയടിക്കുവാനായിട്ട് ആഞ്ഞു വീശുമ്പോൾ പെട്ടെന്ന് ആ ഗോത്രത്തലവൻ ഓടി വന്ന് തൻ്റെ മാതാവിനെ ആശ്ലേഷിച്ചുകൊണ്ട് മാതാവിൻ്റെ ശരീരത്തിൽ ഒരു ചാട്ടയടി പോലും ലഭിക്കാത്ത വിധം മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നീതിമാനായ നമ്മുടെ തമ്പുരാൻ. നീതിയോടെ നമ്മെ വിധിക്കുമ്പോൾ നാം ഒക്കെയും ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് കണ്ടുകൊണ്ട് ആ ശിക്ഷയൊക്കെയും തൻ്റെ ശരീരത്തിൽ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ജഡത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട് പരിഹരിക്കുകയാണ്. കാരണം മനുഷ്യനെ ഭൂമിയിൽ ചെയ്ത സകല പാപങ്ങളും അവൻ ജഡത്തിൽ ചെയ്ത പാപങ്ങളാണ്. ജഡത്തിൽ ചെയ്ത പാപത്തിന് ജഡത്തിൽ അവതരിച്ചുകൊണ്ട് തന്നെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് അവൻ പരിഹാരം ചെയ്യുകയാണ്. നമ്മിൽ എത്ര പേർ ഈ ഒരു ബോധ്യമുണ്ട്? ഈ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ അവസാന പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത്. അവൻ്റെ ചങ്കിലെ അവസാന ചോരത്തുള്ളിയും എനിക്കായി ഇറ്റ് ഈ ഭൂമിയിലേക്ക് തന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തോടുള്ള നമ്മുടെ ആത്മബന്ധം എപ്രകാരമാണ്? അവനെ എപ്രകാരമാണ് നാം സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്നത്? വിശുദ്ധ കുർബാനയിൽ പട്ടക്കാലം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവേ, ഞങ്ങൾ നിൻ്റെ കൃപയ്ക്കു മക്കളും നിൻ്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരുടെ സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുത്. ഓർക്കുക, വിശുദ്ധ മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും ദൈവത്തിൻ്റെ മകനും മകളും ക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയുമാണ്. അപ്പോൾ കാൽവരി ക്രൂശിൽ തൻ്റെ ചങ്ക് പിളർന്നുകൊണ്ട് അവസാന തുള്ളി ചോരയും നീരും ഇറ്റു തന്നവൻ എൻ്റെ ചങ്കായ എൻ്റെ സഹോദരനായ എൻ്റെ ക്രിസ്തുവാണ്. ഈ ഒരു ആത്മബന്ധം അവനോട് നമ്മിൽ എത്ര പേർക്കുണ്ട്? അവൻ സഹിച്ച ഈ പീഡാനുഭവത്തിന് പകരമായി അവനു വേണ്ടി ത്യാഗം സഹിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? വിശുദ്ധ ശുശ്രൂഷകളിലും കൂദാശകളിലും ദുഃഖവെള്ളിയാഴ്ചയുടെ ക്രമീകരണങ്ങളിലും എൻ്റെ മകനെ നീ എവിടേക്ക് പോകുന്നു, എൻ്റെ വാത്സല്യവാനെ ഇവർ നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പട്ടക്കാരൻ ചൊല്ലുമ്പോൾ വാവിട്ട് കരയുന്ന ജനതയെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ആ പരിതാപങ്ങൾക്കപ്പുറം ആ ശുശ്രൂഷ അവസാനിച്ച് തിരികെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര പേർ അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച ആ ത്യാഗത്തെ ഓർക്കുകയും ആ ത്യാഗത്തിന് പകരമായി ഒരു ചെറിയ ത്യാഗമെങ്കിലും അവന് വേണ്ടി ചെയ്യണമെന്നുള്ള മനോഗതി ഉള്ളിലുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ദീർഘമായ ശുശ്രൂഷകളാണ്, എന്തിനിത്രയും ദീർഘിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒരു ചോദ്യം മാത്രം: അവൻ എനിക്കായി സഹിച്ച ഈ കഷ്ടതകളെ ഓർക്കുമ്പോൾ നാം തിരികെ നൽകുന്ന ഈ ആരാധനയും ഈ ത്യാഗവും എത്രയോ 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 നിസ്സാരമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ നമ്മുടെ ചങ്കായ സഹോദരനായ ക്രിസ്തുവിനോട് ആ ആത്മബന്ധത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ അവൻ സഹിച്ച ആ സഹനത്തിൻ്റെ വില നമുക്കറിയുവാൻ കഴിയുന്നു. കൽവറിയിൽ ക്രൂശിൽ തൂങ്ങി മരിച്ച ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കതൊരു നിസ്സാര ഭാവം തോന്നുന്നുവെങ്കിൽ ആ രൂപത്തോട് ചേർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് സങ്കല്പിക്കുവാനെങ്കിലും ഇത്ര നിന്ദ്യമായൊരു മരണം, ഇത്ര നിന്ദ്യമായൊരവസ്ഥ എൻ്റെ പ്രിയ മാതാവിനോ എൻ്റെ പ്രിയ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ഉണ്ടാകുന്നു എന്നൊന്ന് ചിന്തിക്കുവാൻ പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ. അതിലും പ്രിയപ്പെട്ടവനല്ലേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ അവനോടുള്ള സ്നേഹബന്ധത്തെ പ്രതി അവനായി ത്യാഗജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ ആരെങ്കിലും സ്വന്തം ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ കണ്ടെത്തും. ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുന്ന ഓരോ ത്യാഗവും ദൈവസന്നിധി ശ്രേഷ്ഠമായ ഒരു നിത്യജീവൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ കടത്തുവാൻ പര്യാപ്തമാണ് എന്ന് നാം ഓർക്കുക. സഭാപിതാവായ കൂറുലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തെ അറിയുന്നവൻ രക്ഷകൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ നടക്കുന്നു. കർത്താവിൻ്റെ കാൽപ്പാടുകൾ അവൻ പിന്തുടരുകയാണ്. ലോകം അവനും അവൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
പ്രിയമുള്ളവരെ, 2 ബോധ്യങ്ങൾ മാത്രമാണ് ഈ വാചകങ്ങളിലൂടെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. അവൻ ഈ ലോകത്തിൻ്റെ മുഴുവനും പാപങ്ങൾക്ക് വേണ്ടിയും എന്നിലെ അവസാന പാപത്തിൻ്റെ കറകൾക്ക് വേണ്ടിയും ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയ്ക്ക് പകരമായിട്ടാണ് കാൽവരി ക്രൂശിലെ ഈ വലിയ സഹനം സ്വീകരിച്ചത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുക. അവന് വേണ്ടി തിരികെ എന്തെങ്കിലും കഷ്ടതകളോ സഹനങ്ങളോ സ്വീകരിക്കുവാനും പരാതി കൂടാതെ അവയെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും കഴിയണമെങ്കിൽ അവൻ എൻ്റെ ചങ്കിൻ്റെ ചങ്കായ എൻ്റെ സഹോദരനാണ് എന്നൊരു ബോധ്യം ഉള്ളിലുണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രകാരമുള്ള ആത്മബന്ധത്തോടെ അവനോടൊപ്പമായിരിക്കാം ഈ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നമുക്കിടയാകട്ടെ എന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എൻ്റെ കർത്താവെ, നീ സഹിച്ച കഷ്ടാനുഭവങ്ങളെ പ്രതി നിന്നെ ഏറെ സ്നേഹിക്കുവാനും നിൻ്റെ ത്യാഗത്തിന് പകരമായി എൻ്റെ ജീവിതത്തിലെ ത്യാഗങ്ങളെ ഉൾക്കൊള്ളുവാനും എനിക്കിടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.